8 മാസം പ്രായമുള്ള മകനെ അപൂർവ രോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോട്ടയം കുടമാളൂർ സ്വദേശികളായ അബി സൂര്യ ദമ്പതികൾ. തലച്ചോറിനെ ബാധിക്കുന്ന ഗാബ ട്രാൻസ് ആമിനേസ് ഡെഫിഷ്യൻസി എന്ന അസുഖമാണ് ഇവരുടെ മകൻ അഹാനെ അരയ്ക്ക് മുകളിലേക്ക് തളർത്തിയത്. രോഗം ഭേദപ്പെടുത്താൻ കാനഡയിൽ നിന്നുള്ള മരുന്നെത്തിക്കാനുള്ള വഴി തേടുകയാണ് കുടുംബം. ജനിച്ചു വീണപ്പോൾ സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരുന്നു അഹാനും. അരുമ മകനെ ലാളിച്ചു തുടങ്ങിയിട്ടേയുള്ളായിരുന്നു അച്ഛനും അമ്മയും. 3 മാസം കഴിഞ്ഞതോടെ അവനിലെ അസാധാരണമായ രീതി കണ്ടതോടെ ആശുപത്രിയിലെത്തിച്ചു. പിന്നാലെ തുടർ പരിശോധനകൾ. തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവമായ അസുഖമാണ് മകനെന്ന് തിരിച്ചറിഞ്ഞു. 8ാം മാസത്തിലേക്ക് എത്തുമ്പോൾ അരയ്ക്ക് മുകളിലേക്ക് തളർന്ന അവസ്ഥയിലാണ് അഹാൻ. ഗാബ ട്രാൻസാമിനേറ്റ് ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞ അപൂർവമായിട്ടുള്ള രോഗമാണ്. ഒന്നല്ലേ നമ്മൾ കനേഡിയൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുട്ടീനെ അവിടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ മരുന്ന് നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫാർമസിയിൽ ഈ മരുന്ന് അവൈലബിളുമാണ്, അവർ ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും വേണം. അപ്പം നമ്മുടെ മന്ത്രിമാർ സാറുമാരെല്ലാം ഇടപെട്ടാൽ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മകന് കിട്ടാവുന്ന ചികിത്സകളെല്ലാം നൽകി. അങ്ങനെയാണ് കാനഡയിൽ നിന്നും ഒരു മരുന്ന് എത്തിച്ചു നൽകിയാൽ അസുഖം ഭേദമാകുമെന്ന് ഡോക്ടർ മുഖേന അറിഞ്ഞത്. ഇതിനു പുറമെ ഒരു ദിവസത്തെ മരുന്നിന് മാത്രം 1000-ലധികം രൂപയാകും. എന്നാൽ സാധാരണക്കാരായ ദമ്പതികൾക്ക് അത് വലിയൊരു കടമ്പ തന്നെയാണ്. മകന്റെ അസുഖം ഭേദമാകാൻ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 24 കോട്ടയം.